എന്താണ് സ്പിരിച്വൽ ഹെൽത്ത്? നമുക്ക് ആദ്യമേ തന്നെ ഹെൽത്തിനെ നമുക്ക് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് നോക്കാം. ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത്. നമ്മൾ നോർമലി അവെയർ ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ബേസിക് പ്രയോറിറ്റി ആണല്ലോ ഈ ഒരു ഫിസിക്കലും മെൻ്റൽ ഹെൽത്തും എന്ന് പറയുന്നത്. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ബോത്ത് ആർ ഇൻ്റർ റിലേറ്റഡ്. നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുമ്പോഴാണ് നമുക്കൊന്നും കൂടെ ഒരു മെൻ്റലി നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചും മെൻ്റലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫിസിക്കലിയും ഒരു ഹെൽത്തിനെസ് ഫീൽ ചെയ്യും. സോ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ പറ്റി നമ്മൾ നോർമലി നമ്മൾ എപ്പോഴും കൊച്ചിലോട്ട് നമ്മൾ അവെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മൾ ആ ഒരു സ്പിരിച്വൽ ഹെൽത്ത് എന്താണ് ആക്ച്വലി ഒരു സ്പിരിച്വൽ ഹെൽത്ത് എന്നുള്ളത്. അതിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സ്പിരിച്വൽ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഓഫ് അവർ കോൺഷ്യസ്നെസ് ആണ്. അതായത് ഹെൽത്തിയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ സ്പിരിച്വൽ ഹെൽത്ത് കൊണ്ട് ഡിഫൈൻ ചെയ്യുക. അല്ലെങ്കിൽ സ്പിരിച്വലി ഹെൽത്തി ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഹി ലീവ്സ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് പ്യുവർ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തിയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സ്പിരിച്വലി ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനെന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഒരു ഹെൽത്തിയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് നോർമലി ഒരു കോൺഷ്യസ് ലെവലിലാണ് നമ്മൾ ഇരിക്കുക എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് പ്യുവർ കോൺഷ്യസ്നെസ് അല്ല, ഒരു പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അല്ല. ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കോൺഷ്യസും കൂടുതലും അൺകോൺഷ്യസുമായിട്ടുള്ള ഒരു മിക്സഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് അൺകോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ പൊതുവേ ജീവിക്കുക എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്പിരിച്വൽ ഹെൽത്തിലേക്ക് നമുക്ക് വരുന്നതിലൂടെ, അതായത് നമ്മൾ സ്പിരിച്വൽ ഹെൽത്തിൽ നമ്മൾ ഡെവലപ്പ് ആകുന്നതും തോറും നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് എന്നാണ് നമ്മൾ പറയാറുള്ളത്, സ്പിരിച്വാലിറ്റിയെ പറയുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അതിനെ ഒരു ഹെൽത്തി ആയിട്ട്, അതായത് ഒരു ബേസിക് നീഡ്, എന്തുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി ഒരു ബേസിക് നീഡായിട്ട് നമുക്ക് അങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ സ്പിരിച്വൽ ഗ്രോത്തിന് പകരം സ്പിരിച്വൽ ഹെൽത്ത് എന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അത് വിശദമായി നമ്മൾ പറയുന്നതായിരിക്കും വീഡിയോയിൽ ത്രൂ ഔട്ട്. സോ നമ്മൾ ആ ഒരു ഹെൽത്തിയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്കൊരു ഒരു സ്പിരിച്വലി ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്. സോ എങ്ങനെ നമുക്കൊരു ഹെൽത്തിയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും? സോ അതിനുള്ള മാർഗ്ഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്നത് ആക്ച്വലി നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ എത്താൻ സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ മെത്തേഡ്സ്, മെഡിറ്റേഷൻ ടെക്നിക്സ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന അവസ്ഥ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. ഒരു അബ്സല്യൂട്ട് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, ഒരു പ്യുവർ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തിയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന നാമം കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത്. സോ അൺലെസ് എ പേഴ്സൺ ഹാസ് ഓൾ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് ഹെൽത്ത്, അതായത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്തിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ നമുക്കൊരു ടോട്ടൽ ബീയിങ്, ഇങ്ങനെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നമ്മൾ ലൈഫിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഒപ്റ്റിമത്തിന് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു 3 ലേയേഴ്സും നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. സോ നോർമലി പീപ്പിൾ ഗെറ്റ് stuck എന്നല്ല, they get closed with both the physical and the mental. They think that എനിക്ക് mentally okay ആണ്, I am able to, mind is functioning properly, and they also think that they have physically അവർക്ക് okay ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ they don't explore the spiritual dimension. സോ ഈ സ്പിരിച്വൽ ഡയമെൻഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ഹെൽത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റി കോൺഷ്യസ് ആകുക എന്ന് പറയുന്നത് വളരെ ഒരു മൈന്യൂട്ട് പേഴ്സൻ്റായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്കതൊരു ബേസിക് നീഡായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. അതായത് ഇങ്ങനെയുള്ള ഈ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ദേ വെർ ലൈക്ക് ദേ ഗോട്ട് ദ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, കൂടാതെ മെറ്റീരിയൽ നീഡ്സ്, ബേസിക് നീഡ്സ് എല്ലാം അവർക്ക് ഫുൾഫിൽ ആയിട്ടുണ്ട്. എന്നിട്ടും ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. അതായത് ദേ വാണ്ട് സംഹൗ മോർ ഫ്രം ലൈഫിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു ക്വസ്റ്റ്യനിങ് അവരിലേക്ക് വരുമ്പോഴാണ് അവർക്ക് തോന്നുന്നത് ദേ ആർ മിസ്സിങ് സംതിങ്. ആ ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ആവണം. നമുക്ക് നോർമലി ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ട്, എന്നിട്ടും യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, യു നീഡ് സംതിങ് മോർ ഇൻ ലൈഫ് എന്നൊരു ഫീൽ വരുമ്പോഴാണ് ആ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത്. യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് സോ കോൾഡ് നോർമൽ ലൈഫിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല, ആൻഡ് യു വാണ്ട് സംതിങ് വെയർ യുവർ ബീങ് നീഡ്സ് എ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ഒരു ഇന്നർ കോളിംഗ് ആണ്, ഒരു ഇന്നർ വോയിസ് ആയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ആ ഒരു സ്പിരിച്വാലിറ്റി എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ഹെൽത്തിൽ
ലേക്ക് നമുക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. ദാറ്റ്സ് വെൻ എ പേഴ്സൺ സ്റ്റാർട്ട്സ് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ ഒരാൾ പോകുക എന്ന് പറയുന്നത് അപ്പോഴൊക്കെ ആയിരിക്കും. സോ ഇതിനെ ഒരു ബേസിക് നീഡായിട്ട് ഗ്രോത്ത് എന്ന രീതിക്കപ്പുറം ഒരു സ്പിരിച്വൽ ഹെൽത്തായിട്ട് ഞാൻ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേ ഒരു പ്രൈമറി ഹെൽത്തായിട്ട് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ലൈഫിൻ്റെ ഇപ്പം നമ്മുടെ ലൈഫ് സൊസൈറ്റി വേൾഡൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മേർഡർ, വയലൻസ്, അങ്ങനെ വളരെ എക്സ്ട്രീം സെൻസ് ഓഫ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ബേസിക് റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പൻസ് ഇൻ യുവർ അൺകോൺഷ്യസ്നെസ്, ഇൻ യുവർ അൺഅവെയർനെസ്. ഒരാൾക്കൊരാളെ കൊല്ലണം, ഒരാൾക്കൊരാളെ മേർഡർ ചെയ്യണം, വയലൻസ് കാണിക്കണം, ഒരാൾക്കൊരാളെ തല്ലണം എന്നുള്ള ഇങ്ങനത്തെ വികാരങ്ങളൊക്കെ ബേസിക്കലി വരിക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ ബേസിക്കലി മെഡിറ്റേഷൻ പറയാമെന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്ട്രീം സെൻസ് ഓഫ് ആങ്കറിൻ്റെ സമയത്ത് ആങ്കർ നമ്മളെ പൊസസ്ഡ് ആയിട്ട് നമുക്ക് ആങ്കറിൻ്റെ പുറത്ത് നമുക്ക് ഒരാളിലേക്ക് ഒരു വയലൻസ് കമ്മിറ്റ് ചെയ്യാൻ തോന്നുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സപ്രസ്ഡ് ആയിട്ട് ഒരുപാട് വയലൻസ് കിടക്കുന്നു, റിപ്രസ്ഡ് സ്റ്റേറ്റ് ഓഫ് ആങ്കർ, ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു വയലൻസിനും ഇതിനും എല്ലാം ഇതിലുള്ളതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു പ്യൂർ സ്റ്റേറ്റിലല്ല. ഇറ്റ് ഈസ് അഫക്റ്റഡ് വിത്ത് സോ മെനി നെഗറ്റീവ് തിങ്സ്, നെഗറ്റീവ് തോട്ട്സ് മൂലം അഫക്റ്റഡ് ആണ്. അങ്ങനെ പല നെഗറ്റിവിറ്റി മൂലം നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു പ്യൂർ സ്റ്റേറ്റിലല്ല നോർമലി എക്സിസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. സോ നമ്മൾ കോൺഷ്യസ്നെസ്സിനെ ക്ലീൻ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക്, അതായത് നമ്മളൊരു പ്യൂർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആങ്കർ ഇല്ലാതെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് വയലൻസ് എന്നൊക്കെ എല്ലാം മാറി വളരെ പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് ഒരു നല്ലൊരു മനുഷ്യനാകാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ വളരുമ്പോഴാണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുക, പ്യൂർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു ഒരു ടോട്ടൽ എന്തു പറയുന്ന ഒരു പീസ്ഫുൾ ലൈഫ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. സോ ഒരു വേൾഡ് പീസിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് എങ്ങനെ കൂടുതൽ ലവിങ് സമാധാനം കണ്ടെത്താൻ സാധിക്കും എന്നതിൻ്റെ ഭാഗമായാണ് ഈ ഒരു സ്പിരിച്വൽ ഹെൽത്ത് എന്നൊരു ടേം എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കും. ഗ്രോത്ത് എന്ന് പറയുമ്പം അത് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ ചെയ്യാമെന്ന രീതിയിൽ. പക്ഷേ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ എസെൻഷ്യൽ നീഡാണ്. അത് വിസിബിൾ ആയിരിക്കില്ല, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പോലെ വിസിബിൾ ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ മോർ സബ്റ്റിൽ ആൻഡ് മോർ ആൻ എസെൻഷ്യൽ നീഡാണ്. ലൈഫിൻ്റെ ആ നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ യു നീഡ് എ ടോട്ടൽ ചേഞ്ച് ഇൻ എവറി ഹ്യൂമൻ ബീങ്. ഓരോ ഇൻഡിവിജ്വലിലും ചേഞ്ച് കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ നമുക്കൊരു സൊസൈറ്റിയും വേൾഡും നമുക്ക് എൻ്റയർലി ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ നോർമലി ഈ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ലെവൽ നമ്മൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കൺട്രോളല്ല. ഒരു നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് അയാളെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് പൊതുവെ. അതായത് നമുക്കൊരു തോട്ട്ലെസ് സ്റ്റേറ്റോ, അതായത് നമുക്ക് എപ്പോഴും 24 hours നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് 24 hours അത് വർക്കിംഗ് സിറ്റുവേഷനാണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ക്രിയേറ്റിംഗ് തോട്ട്സ്, പ്രൊജക്ഷൻസ്, ഡ്രീംസ്. അങ്ങനെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു 24 hour വർക്കിംഗ് പ്രോസസ്സാണ്. സോ മൈൻഡിൻ്റെ ഒരു റെസ്റ്റിംഗ് പൊസിഷൻ, മൈൻഡിനെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക, ഇടയ്ക്ക് തോട്ട്സ് ഒന്നുമില്ലാതെ ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ശാന്തമായി ഇരിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ, മൈൻഡിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് റഷ് ഓഫ് തോട്ട്സൊക്കെ കുറയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ എന്നൊരു സ്റ്റേറ്റും കൂടെ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത് മെഡിറ്റേഷൻ ഈസ് എ മെത്തഡോളജി ടു സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ച് ഓഫ് ദ മൈൻഡ്. നമുക്ക് മനസ്സിന് ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്ത് വെക്കാനും ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യാനും അങ്ങനെ കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് മെക്കാനിസമായിട്ട് നമുക്ക് മൈൻഡിനെ യൂസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ടൊക്കെ നമ്മൾ പോകേണ്ടതുണ്ട്. മെഡിറ്റേഷനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് മൈൻഡിൻ്റെ ഒരു ടോട്ടൽ കൺട്രോൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. സോ ആക്ച്വലി നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ, മെഡിറ്റേഷനിലോട്ടൊക്കെ പോകുമ്പോൾ, നമ്മൾ കോൺഷ്യസ്നെസ്സിൽ കൂടുതൽ വളരുമ്പോൾ, കോൺഷ്യസ്നെസ്സിലാണല്ലോ നമ്മൾ ബേസിക് വർക്ക് ചെയ്യുന്നത്. മെഡിറ്റേഷൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മെൻ്റൽ ഹെൽത്തും ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വരിക എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് ഒരു ബെറ്റർ കൺട്രോൾ ആകും, മൈൻഡിൻ്റെ ഒരു മാസ്റ്റർ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് മെഡിറ്റേഷനുള്ള അത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. ആക്ച്വലി കോൺഷ്യസ്നെസ്സിന് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ആക്ച്വലി ഇതെന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിക് ആൻഡ് എസെൻഷ്യൽ നീഡാണ്. സോ അത് ആൾക്കാർ തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് അവയർനെസ് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന്, മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും തീരുമാനമാണ്. നമുക്ക് ഫോഴ്സ് ചെയ്ത് നമുക്ക് ഒരാളെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നൊരു സാധനമല്ല. അയാൾ തോന്നുക, അയാൾക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം, അയാൾ അവെയർ ആകണം അയാളുടെ കുഴപ്പങ്ങളെപ്പറ്റി. നോർമലി ഈ ഒരു മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും ആരും അവെയർ അല്ല. പിന്നെ വേറെ കുറേ ആൾക്കാർ വിചാരിക്കുക എന്ന് പറയുന്നത് ഇതാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ
എപ്പോഴും സ്ട്രെസ്ഫുള്ളാണ്, ടെൻഷനാണ്, മൈൻഡ് ഇങ്ങനെയാണ്, ജീവിതം ഇങ്ങനെയാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന രീതിയിൽ ക്ലോസ്ഡ് ആയിട്ട് പോകുന്നത് ആൾക്കാരും ഉണ്ട്. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരങ്ങനെ ആ രീതിയിൽ പോകുന്നവരുണ്ട്. ഇത്രയേ ഉള്ളൂ. സോ ഇനി ട്രാൻസ്ഫോർമേഷൻ ഒന്നും പറ്റില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു മിസറിയാണെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് ചെയ്യാൻ യാതൊരു രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാകും. ലൈഫ് എന്ന് പറഞ്ഞാൽ മിസറി അല്ല, ലൈഫ് ഷുഡ് ബി ആൻ എക്സ്റ്റസി. നമ്മളിൽ തന്നെ എക്സ്റ്റസി കണ്ടെത്താൻ സാധിക്കും. നമ്മളിൽ തന്നെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഇനിയും പോസിബിലിറ്റി ഉണ്ട് എന്നൊരാൾക്ക് ഒന്നെങ്കിൽ തോന്നണം, അല്ലെങ്കിൽ അയാൾ ഇതുപോലെ നമ്മുടെ അവയർനെസ് ക്ലാസ് കേട്ട് അയാൾ അതിലേക്ക് വരിക എന്നതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഞാനിതിനെ കാണുക എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിക് ഹെൽത്തായിട്ട് അവതരിപ്പിക്കാനാണ് എനിക്ക് ഇതെന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ അഫക്റ്റഡ് ആകുന്നു. ലൈഫിൽ നമ്മൾ ഹാപ്പിനെസ്, സാഡ്നെസ്, ഇങ്ങനെയുള്ള എക്സ്ട്രീം സ്റ്റേറ്റ്സിലോട്ടൊക്കെ നമ്മൾ പോകുന്നു. അങ്ങനെ we have problems in our normal life, but we think that this is what life is. അപ്പോൾ പക്ഷേ ഞാനെപ്പോഴും ചിന്തിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞത്, ഈ ഒരു ടിപ്പിക്കൽ നോർമൽ ലൈഫിനപ്പുറം എന്തുകൊണ്ട് ലൈഫിൻ്റെ ഒരു എക്സ്റ്റസി, ലൈഫിലൊരു പരമാനന്ദത്തിൽ ജീവിച്ചുകൂടാ, ഒരു പ്രോബ്ലംസ്, അതായത് ലൈഫ് എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം എക്സ്റ്റസി ആയിട്ടൊരു പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് എന്നെ എപ്പോഴും സ്പിരിച്വാലിറ്റിയിലേക്ക് ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുക എന്ന് പറയുന്നത്. കാരണം അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഓഷോ ഒക്കെ ആണെങ്കിൽ പോലും, he is always said that there is a ഡീപ്പർ ട്രഷർ ഇൻ ലൈഫ്. ഒരു ലൈഫിൻ്റെ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫേ മാറും. ലൈഫിൻ്റെ ഒരു എക്സ്റ്റസി, ഒരു സെലിബ്രേറ്റിംഗ് മൂഡിൽ 24 hours എക്സിസ്റ്റ് ചെയ്യാൻ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് എന്നാണ് ഈ ഒരു സ്പിരിച്വൽ മാസ്റ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. സോ അതാണ് എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. സോ വൺസ് ഐ വാസ് ഇൻ ദ പാത്ത്, ആ ഒരു പാത്തിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നിലും ഒരുപാട് ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ റൈറ്റ് നൗ. ചെറിയ രീതിയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ഫീൽ മോർ ഹെൽത്തിയർ, മോർ ഹോളിയർ. ഞാൻ മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റിക്ക് വരുന്നതിന് മുമ്പുള്ള എൻ്റെ ആ ഒരു ബോർഡം, റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചു. ഇപ്പോൾ ലൈഫ് ഒന്നും കൂടെ സിങ്ക്രോണിസിറ്റിയിൽ വളരെയധികം എന്താ പറയുക, ഒരു സ്മൂത്തായിട്ട്, ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ മെഡിറ്റേഷനോട്ടൊക്കെ ഇറങ്ങി തിരിച്ചതിന് ശേഷം. സോ ലൈഫ് ഹാസ് ബിക്കം മച്ച് ബെറ്റർ, ഒരു മച്ച് ഹെൽത്തിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ടോട്ടൽ ഹോൾനെസ്, ഒരു ടോട്ടൽ ഹെൽത്തി ഫീല് നമുക്ക് ഇപ്പോൾ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് വൈ സ്പിരിച്വാലിറ്റി ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ദ ഒരു ഹെൽത്തിൻ്റെ ഒരു റെലമായിട്ട് അതിനെ കാണണം എന്നെനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. ബിക്കോസ് വി ആർ നോട്ട് അവെയർ ഓഫ് ദിസ് സോ കോൾഡ് spiritual health that I have mentioned in this video. So hope you get a clarity regarding what we said in this video. So thank you for watching.